നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്നും നിങ്ങളുടെ സ്ഥാനം എന്താണെന്നും ആ വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനായി ഇവിടെ 2 കുറികളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ സ്ക്രീനിൽ 2 ചിത്രങ്ങളാണ് അതിനായി നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അതോടൊപ്പം ഇഷ്ടദൈവത്തെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ആകർഷണം തോന്നിയ ഒരു ചിത്രത്തിൽ തൊടുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ. അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചിത്രത്തിനു പിന്നിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഫലം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രമായ പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എപ്പോഴും പിണക്കങ്ങൾ പതിവാണ്. നിങ്ങൾ തമ്മിൽ പലതും പറഞ്ഞ് പിണങ്ങാറുണ്ട്. എന്നാൽ ആ പിണക്കത്തിന് അധിക നേരത്തെ ആയുസ്സേ ഉണ്ടാകൂ. മനസ്സൊന്ന് തണുത്തു കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ വന്ന് നിങ്ങളോട് സോറി പറയാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആ വ്യക്തി വളരെ സ്നേഹത്തിലും കരുതലോടും കൂടിയാണ് നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. വളരെ മുൻദേഷ്യമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ പല കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാറില്ല. അത് എന്തുകൊണ്ടെന്നാൽ മറ്റൊന്നും കൊണ്ടല്ല, അത് നിങ്ങളെ വേദനപ്പെടുത്തുമോ എന്ന് വിചാരിച്ച് മാത്രമാണ്. എങ്കിലും ഏതു കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായം കൂടി വേണമെന്നത് ആ വ്യക്തിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ശരിയായ തീരുമാനമാകൂ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളുടെ അടുക്കൽ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആ വ്യക്തിയെക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഏതൊരു കാര്യവും ഏറ്റെടുക്കുന്നതാണ്. പറ്റില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഒഴിച്ചു മാറ്റാനും കഴിവുള്ള വ്യക്തിയാണ്. മികച്ച ആത്മവിശ്വാസത്തിന് ഉടമയാണ്. എവിടെ ചെന്നാലും അവിടെയെല്ലാം മുൻപന്തിയിലെത്തുവാനുള്ള ഒരു കഴിവ് ആ വ്യക്തിയിലുണ്ട്. സംസാരത്തിലൂടെയൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കും. കുടുംബത്തെ വളരെ കരുതലോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വന്നാൽ അതിനെ ഓർത്ത് പിന്നീട് വിഷമിക്കുന്നവരാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം തന്നെ തുടരെ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവാൻ താല്പര്യമുള്ള ആളാണ്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ റോസാപ്പൂ ആണെങ്കിൽ, മഞ്ഞ റോസാപ്പൂ ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എന്താണ് റീഡിംഗ് എന്ന് നോക്കാം. ആ വ്യക്തിയുടെ സ്നേഹം പലപ്പോഴും സത്യമാണോ അതോ ഉള്ളിൽ തട്ടിയ സ്നേഹമാണോ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ആ വ്യക്തി പല പ്രശ്നങ്ങളിൽപ്പെട്ട് കഴിയുകയാണ്.
സാമ്പത്തികമായി ചില പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പലപ്പോഴും ശ്രദ്ധിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടെന്ന് ഇവിടെ സൂചനകളിൽ വ്യക്തമാണ്. നിങ്ങളുമായിട്ടുള്ള ചില നല്ല നിമിഷങ്ങൾ, നല്ല ഓർമ്മകൾ ആ വ്യക്തിക്ക് ആശ്വാസം നൽകാറുണ്ട്. ഇവർക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ഇവർ ശക്തമായിട്ട് എതിർക്കും. കൂടാതെ വെറുക്കുകയും ചെയ്യും. വെറുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ അവരുമായി സഹകരിക്കാൻ പോകില്ല. ഇങ്ങനെയൊരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിരിക്കും. സത്യത്തെ മാനിക്കുന്ന വ്യക്തികളാണ്. സാമ്പത്തികമായി എത്ര തകർച്ചയിൽ ആണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെയാണ് ആ വ്യക്തി നോക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരുടെയും ആശ്രയത്തിൽ, ആരുടെയും കീഴിൽ ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതിപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ പോലും എന്ത് കഠിനാധ്വാനം ചെയ്യുവാനും മടിയില്ലാത്തവരാണ് ഇവർ. സ്വന്തം വ്യക്തിത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഇവർ. മറ്റുള്ളവർക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പണമായിട്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളായിട്ട് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മിടുക്കരാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനനുസരിച്ച് തിരിച്ചു തരാൻ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ആ വ്യക്തിയുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിച്ചത് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണെന്നാണ്. അതായത് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തെ പവിത്രമായാണ് കാണുന്നത്. ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുമെങ്കിലും പിന്നീട് അതോർത്ത് വിഷമിക്കാറുണ്ട്. അതെല്ലാം ആ വ്യക്തിയുടെ ആ സമയത്തെ തോന്നലുകൾ മൂലമാണ്. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമുള്ളതാണ്. അതിനെ മറ്റൊരു ശക്തിക്കും തകർക്കാനാവില്ല. ആഘോഷങ്ങളൊക്കെ വളരെ നന്നായി ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ആളുകൾ കൂടുന്നിടത്ത് വളരെ നന്നായി തന്നെ ഒരുങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാൻ ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കും. അതിനെല്ലാമുള്ള കഴിവ് ആ വ്യക്തിയിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രത്തിലെ മഞ്ഞ റോസാപ്പൂ തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി. ശുഭദിനം.